ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹൊറർ കൊറിയൻ ഡ്രാമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു പെണ്ണാണെങ്കിൽ കോൾ ചെയ്ത് സ്കൂളിലോട്ട് വരികയാണ്. അപ്പോൾ മ്യൂസിക് റൂമിൽ നിന്ന് പിയാനോ പ്ലേ ചെയ്യുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ ഇവളും അവിടെ പോയി നോക്കും. എന്നാൽ അവിടെ ആരെയും കാണൂല. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ണാടിയിൽ ഇവളും നോക്കും. അപ്പോഴാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ രൂപത്തെ കാണും ആ കണ്ണാടിയിൽ. അപ്പോൾ ഇവളും പേടിച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സാധനം വന്ന് വീഴും. ഈ സൗണ്ട് കേട്ട് ഈ കണ്ണാടിയിലുള്ള രൂപം ഇവളെ തിരിഞ്ഞു നോക്കും. ഇതും കണ്ട് ഇവൾ പേടിച്ചോടും. ഈ ഒരു കഥ വന്നിട്ട് കിം എന്ന് പറയുന്ന പയ്യൻ അവൻ്റെ 2 ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവരും നല്ല രീതിക്ക് തന്നെ പേടിക്കുകയാണ്. അപ്പോൾ അവിടെ ഗാവൂൺ എന്ന് പറയുന്ന ഒരു പെണ്ണ് കയറി വരും. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവരെ കഥയെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോഴാണെങ്കിൽ കിം ഇവർക്ക് വഴക്ക് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഇവന്മാർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയമാണ് അവിടെ ഹീറോയിൻ വരുന്നത്. ഇവളുടെ പേരാണ് ഹാരി. ഇവളാണെങ്കിൽ ഇവന്മാരുടെ ബാക്കിൽ പോയി പേടിപ്പിക്കും. അപ്പോൾ ഇവർ നല്ലപോലെ തന്നെ പേടിക്കും. ഇവർ പേടിച്ചുകൊണ്ട് ഇവരെ കളിയാക്കുകയാണ്. ഇതേ സമയമാണ് പാർക്ക് എന്ന് പറയുന്ന ഒരു പയ്യൻ നടന്നു വരുന്നത്. ഇവനാണെങ്കിൽ ക്ലാസ് ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ പേടിക്കും. കാരണം ഇവൻ്റെ കൈയിൻ്റെ പുറത്താണെങ്കിൽ ഒരു പ്രേതത്തിൻ്റെ കൈ ഇരിക്കുകയാണ്. പാർക്കിൻ്റെ അടുത്ത് എപ്പോഴും ഒരു പ്രേതം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവൻ്റെ അടുത്ത് ആരെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് ആയാൽ അവരെ ഈ പ്രേതമാണെങ്കിൽ ശല്യപ്പെടുത്തും. അതുകൊണ്ട് തന്നെ പാർക്കിന് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. നെക്സ്റ്റ് സീനിൽ ഇവർക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ് പറയും, നിങ്ങൾ ഓരോ ഗ്രൂപ്പായി അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത വീക്കിന് സബ്മിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ എല്ലാവരും ഗ്രൂപ്പ് ആവും. എന്നാൽ പാർക്കിനെ മാത്രം ആരും ഗ്രൂപ്പിൽ ചേർക്കില്ല. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ കിമ്മിൻ്റെ അടുത്ത് ചോദിക്കും എന്താ അവനെ മാത്രം എല്ലാവരും ഒറ്റപ്പെടുത്തണമെന്ന്. അപ്പോൾ കിം ഇവളടുത്ത് പറയും, എല്ലാവരും പറയുന്നു അവൻ്റെ കൂടെ ഒരു പ്രേതമുണ്ട്, അവൻ്റെ കൂടെ ആര് ഫ്രണ്ട്സ് ആയാലും ആ പ്രേതമാണെങ്കിൽ അവരെ പോയി കൊല്ലുമെന്ന്. എന്നാൽ ഹീറോയിൻ ഇതൊക്കെ കേട്ട് പേടിക്കാതെ ഇവനെ ഇവരുടെ ഗ്രൂപ്പിൽ വിളിക്കുകയാണ്. ഇവള് പാർക്കിനെ ഇവരുടെ ഗ്രൂപ്പിൽ വിളിച്ചുകൊണ്ട് തന്നെ കിം നല്ലപോലെ പേടിക്കുകയാണ്. എന്നാൽ പാർക്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഗെയിമിങ്ങിനെ ഒക്കെ പറ്റി പറയാണ്. അപ്പോൾ ഇവനും ഇവൻ്റെ പേടിയൊക്കെ മാറി അവൻ്റെ അടുത്ത് കമ്പനിയായി മാറുകയാണ്. അങ്ങനെ ഹീറോയിനും പാർക്കും ഗാവൂണും കിമ്മും ഒക്കെ ഓരോന്ന് സംസാരിച്ച് നടന്നു വരികയാണ്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ വെള്ളം ദാഹിക്കും. അപ്പോൾ പാർക്കാണെങ്കിൽ ഒരു ജ്യൂസ് ഇവക്ക് എടുത്തു കൊടുക്കും. ഇവളും അത് വാങ്ങും. എന്നാൽ ആ ജ്യൂസ് ആണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. രാത്രി ഹീറോയിനാണെങ്കിൽ ഹോസ്റ്റലിൽ വന്നിട്ട് പാർക്കിനെ ആലോചിച്ചിരിക്കുകയാണ്. അവൻ കൊടുത്ത ജ്യൂസ് ആണെങ്കിൽ ഇത്ര തണുപ്പാവാൻ എന്ത് കാരണമെന്ന്. എന്നിട്ട് ഇവളാണെങ്കിൽ ഗാവൂണിൻ്റെ അടുത്ത് പറയും, എനിക്ക് വിശക്കുന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ പോകണമെന്ന്. അപ്പോൾ ഗാവൂൺ ഇവളുടെ അടുത്ത് പറയും, വാർഡൻ ഈ സമയം പോണ കണ്ട വഴക്ക് പറയുന്നു. അതിന് ഹീറോയിൻ പറയും, എൻ്റെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഹാരി ആണെങ്കിൽ കയ്യിൽ കുറച്ച് വേസ്റ്റ് ആയിട്ട് ഹോസ്റ്റലിൻ്റെ പുറത്ത് വരും. ഇവളെ ആണെങ്കിൽ വാർഡൻ കാണുകയാണ്. അപ്പോൾ വാർഡൻ ചോദിക്കും, നീ ഈ സമയം എവിടെ പോകണമെന്ന്. അപ്പോൾ ഇവളും പറയും, ഈ വേസ്റ്റ് കൊണ്ട് കളയാനാണെന്ന്. അപ്പോൾ വാർഡനും പറയും, ഇത് കൊണ്ടുപോയി കളഞ്ഞിട്ട് പെട്ടെന്ന് വരണമെന്ന്. അപ്പോൾ ഇവളും ഓ ശരി പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൾ നടന്നു വരുമ്പോൾ കുറച്ച് വിയേർഡായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കും. കറക്റ്റ് ഇതേ സമയം ഇവളുടെ മുന്നിലാണെങ്കിൽ ഒരാൾ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ ആരെന്ന്. അപ്പോൾ ഇവൻ പറയും, നിനക്ക് എന്നെ അറിഞ്ഞുകൂടെയെന്ന്. ഇവളിങ്ങനെ ഇവനെ കണ്ട് പേടിച്ച് അവളുടെ കയ്യിലുള്ള വേസ്റ്റ് ആണെങ്കിൽ ഇവൻ്റെ പുറത്തെറിയും. എന്നാൽ ഇവൻ്റെ പുറത്താണെങ്കിൽ ഒരു ഷീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വേസ്റ്റ് അവൻ്റെ പുറത്ത് തട്ടത്തില്ല. ഇവനും ആ ഷീൽഡിൽ നിന്ന് പുറത്തു വരാൻ ട്രൈ ചെയ്യും. എന്നാൽ അവനെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവനും തിരിച്ച് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം ഹാരി സ്കൂളിൽ ഇതൊക്കെ പറ്റി ആലോചിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പാർക്ക് അവിടെ വന്ന് ഇവക്കൊരു മിഠായി കൊടുക്കും. ഇത് കണ്ട് കിം പറയും, നിനക്കെന്താ ഇവളുടെ അടുത്ത് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോന്ന്. അപ്പോൾ ഇവൻ പറയും ഇല്ലെന്നും പറഞ്ഞ് ഇവനും ഒരു മിഠായി എടുത്തു കൊടുക്കും. ഇതേ സമയം അവിടെ ഒരു പയ്യൻ വന്നിട്ട് പറയും, ഹാരി ഇന്ന് നിനക്കാണ് PT ഡ്യൂട്ടി, അപ്പം നീ പോയി ബാസ്കറ്റ് ബോൾ എടുത്തിട്ട് വാന്ന്. അപ്പോൾ ഇവളും ബാസ്കറ്റ് ബോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകും. എന്നാൽ പാർക്ക് പറയും, നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടോട്ട് പോകും. അപ്പോൾ ഇവൾ ഇവൻ്റെ ബാക്കിൽ നിന്ന് പോകും. അങ്ങനെ പാർക്കിനെയും ഫോളോ ചെയ്ത് ഇവൾ സ്പോർട്സ് റൂമിൽ വരുമ്പോൾ അവിടെ പാർക്കിനെ കാണില്ല. അപ്പോൾ ഇവളും വിചാരിക്കും ഇവ എവിടെ പോയെന്ന്. എന്നിട്ട് ഇവൾ അവിടെ നിന്ന് ഒരു ബോളും എടുത്തിട്ട് പോകും. ഇവൾ പോയതിന് ശേഷം ഒരു സീന് കാണിക്കുകയാണ്. പാർക്കിനെ എപ്പോഴും ശല്യപ്പെടുത്തുന്ന പ്രേതമാണ് ഇവനെ ഒളിപ്പിച്ച് നിർത്തിയത്. നെക്സ്റ്റ് സീനിൽ ഹാരി ആണെങ്കിൽ പാർക്കിനെ തന്നെ ആലോചിച്ച് വരികയാണ്, ഇവ എവിടെ പോയെന്നൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഗാവൂൺ ഇവളടുത്ത് ചോദിക്കും, നിനക്ക് എന്താ അവൻ്റെ അടുത്ത് വല്ല ഫീലിങ്സ് ഉണ്ടോ. അപ്പോൾ ഇവളും പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല, അവൻ്റെ അടുത്ത് ആരും കൂട്ടുകൂടാത്തതുകൊണ്ട് ചെറിയൊരു വിഷമം അത്രേ ഉള്ളൂ എന്ന് ഇവളും പറയും. അങ്ങനെ ഇവരും ഓരോന്ന് സംസാരിച്ച് ക്ലാസ്സിലോട്ട് വരികയാണ്. അപ്പോൾ എല്ലാ പിള്ളേരും ഷോക്കായി ഇവരെ ടേബിൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഹീറോയിൻ്റെയും കിമ്മിൻ്റെയും ഗാവൂൻ്റെയും പാർക്കിൻ്റെയും ടേബിളിൽ ആരോ ബ്ലഡ് കൊണ്ട് എസ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസും പറയും, നിങ്ങൾ പാർക്കിൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് പാർക്കിൻ്റെ കൂടെ ഉള്ള പ്രേതം നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതെന്ന്. എന്നാൽ ഹാരി പറയും, അതാരോ കളിക്ക് ചെയ്തതെന്നും പറഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് അത് തുടയ്ക്കും. കറക്റ്റ് ഇതേ സമയം ഒരു വെള്ളപ്രാവാണെങ്കിൽ ചത്തി ഇവരുടെ ടേബിളിൽ വീഴും. അപ്പോൾ എല്ലാം പിള്ളേരും പേടിച്ച് അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ കിം ആണെങ്കിൽ ഗാവൂൻ്റെ അടുത്ത് പറയും, എല്ലാ വിൻഡോയും ക്ലോസ് ആയിരുന്നിട്ട് കൂടെ ആ പ്രാവ് എങ്ങനെ ഇവരുടെ ടേബിളിൽ വന്ന് വീഴുന്നതെന്ന്. എന്നിട്ട് ഇവൻ പറയും, പിള്ളേരൊക്കെ പറയുന്ന പോലെ പാർക്കിൻ്റെ കൂടെ ഉള്ള പ്രേതം ഇനി നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്ന്. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് വയ്ക്കാതെ അവൾ ബർഗറും കഴിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് സീനിൽ സാറ് വന്നിട്ട് പറയും, ഇന്ന് പാർക്കാണ് ക്ലാസ് ക്ലീൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് അവൻ്റെ കൂടെ ആരെങ്കിലും പോയി ക്ലീൻ ചെയ്യുമോ എന്ന്. എന്നാൽ ആരും അവൻ്റെ കൂടെ പോയി ക്ലീൻ ചെയ്യാൻ റെഡി ആവില്ല. അപ്പോൾ ഹീറോയിനാണ് പോവാന്ന് പറഞ്ഞ് എണീക്കുന്നത്. അങ്ങനെ ക്ലാസ് ക്ലീൻ ചെയ്തിട്ട് നിൽക്കുമ്പോൾ പാർക്കാണെങ്കിൽ ഇവളടുത്ത് ചോദിക്കും, നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പേടിയുണ്ടോയെന്ന്. അപ്പോൾ ഇവൾ പറയും, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ജസ്റ്റ് കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചല്ലേന്ന്.
എന്നാൽ പാർക്കും ഹാരിയും സംസാരിച്ചത് ആ പ്രേതമാണെങ്കിൽ നോക്കിക്കൊണ്ടേ നിൽക്കുമായിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഹാരിയും പാർക്കും ആണെങ്കിൽ ഒന്നിച്ച് ഹോസ്റ്റലിലോട്ട് നടന്നു വരികയാണ്. അപ്പോൾ പാർക്ക് ഇവളടുത്ത് ചോദിക്കും, എല്ലാവരും പറയുന്ന പോലെ എൻ്റെ കൂടെ ഒരു പ്രേതം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തൊരു ചെയ്യുമായിരുന്നെന്ന്. അപ്പോൾ ഹാരി ആണെങ്കിൽ ഒന്നും പറയാതെ ഇന്നലെ രാത്രി കണ്ട ആ പയ്യനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചതാണെന്നും പറഞ്ഞ് ഇവളെ ഹോസ്റ്റലിലോട്ട് കൊണ്ടുവിടും. ഇതേ സമയം ഗാവുണാണെങ്കിൽ ഹാരിയെ ഫോൺ ചെയ്യാണ്. എന്നിട്ട് ഇവളടുത്ത് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെ, എന്താ ഇത്ര നേരമായിട്ട് ഹോസ്റ്റലിലോട്ട് വരാത്തേന്ന്. അപ്പോൾ ഹാരിയും പറയും, ഞാൻ റൂമിലോട്ടാണ് പറഞ്ഞതെന്ന്. ഇതേ സമയം കറക്റ്റ് അവിടെ കറണ്ടൊക്കെ പോകും. അപ്പോൾ ഇവളുടെ മുന്നിലാണെങ്കിൽ ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ട ആ പയ്യനാണെങ്കിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവളും പേടിച്ച് ഇവനെ കണ്ട് ചോദിക്കും, നീ പ്രേതമാണോ, നീ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ പയ്യനും ചിരിച്ചിട്ട് പറയും, ഞാൻ പ്രേതമൊന്നും അല്ല, എൻ്റെ പേര് കങ്ങെന്ന്. രാത്രി ഹാരി ഉറങ്ങാതെ കങ്ങ് ആരെന്നൊക്കെ ആലോചിച്ച് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് മുന്നത്തെ സീന് കാണിക്കുകയാണ്. അപ്പോൾ ഹാരി ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും, നീ ആരാ, എനിക്ക് നിന്നെ അറിഞ്ഞൂടാ, എന്നാൽ നീ പറയണേ എനിക്ക് നിന്നെ അറിയാമെന്നൊക്കെ. അപ്പോൾ കങ്ങ് പറയും, നിനക്ക് എന്നെ അറിയാം, ഞാൻ അതേക്കുറിച്ച് നാളെ രാവിലെ 10 മണിക്ക് പാർക്കിൽ വെച്ച് പറയാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഹാരി ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഒരു സ്വപ്നം കാണുകയാണ്. ആ ഒരു സ്വപ്നം വന്നിട്ട് ഇവൾ താഴെ വന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ കിമ്മും ഗാവുണാണെങ്കിൽ ഇവക്ക് കൈ കൊടുക്കുകയാണ്. ഇതേ സമയം അവിടെ കങ്ങും വന്ന് ഇവക്ക് കൈ കൊടുക്കുകയാണ്. ഈ ഒരു സ്വപ്നം കണ്ട് ഇവളാണെങ്കിൽ ചാടി എണീക്കും. ഈ ഒരു സമയം ഇവളുടെ കണ്ണിൽ നിന്നും കണ്ണീരും വരുന്നുണ്ടായിരുന്നു. അതോടെ ഹാരി വിചാരിക്കുകയാണ് നാളെ 10 മണിക്ക് പോയി കങ്ങിനെ മീറ്റ് ചെയ്യാമെന്ന്. ഇതോടെ ഈ ഒരു എപ്പിസോഡ് കഴിയാണ്. അടുത്ത എപ്പിസോഡിനായിട്ട് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാം.